വെൽക്കം ബാക്ക് ടു ലോ സ്പാർക്ക്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ബാങ്ക്സ് നമ്മൾ പാർട്ട് 2 പഠിച്ചതാണ്. ഇത് പാർട്ട് 3 ആണ്. ഫങ്ഷൻസ് ഓഫ് ബാങ്ക്സ് അണ്ടർ ദ ബാങ്കിങ് ലോ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പ്രൈമറി ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഒരു ബാങ്കിൻ്റെ. ഒന്നാമത്തെ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആണ്. നമുക്കറിയാം എല്ലാവരും എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് ബാങ്കിൽ. അപ്പോൾ അത് ഓരോരോ ടൈപ്പായിട്ടാണ്. നമ്മൾ സേവിങ്സ് ആയിട്ട് അല്ലെങ്കിൽ കറണ്ട് ആയിട്ട്. കറണ്ട് മീൻസ് ഡെയിലി നമ്മൾ ട്രാൻസാക്ഷൻ നടത്തത്തില്ലേ, അതാണ് കറണ്ട്. അല്ലെങ്കിൽ റിക്കറിംഗ് എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മാസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എമൗണ്ട് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ചെയ്യുന്നു. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകുമ്പോൾ അതെന്താണ്, ഒരു ഇയർലി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്യൂ ഡേയ്സ് ടു ഇയർലി ആയിട്ട് നമുക്ക് ആനുവലി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. മറ്റേത് റിക്കറിംഗ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നാളത്തേക്ക് എടുത്തിട്ട്, ഇത്ര വർഷത്തേക്കൊന്നുമില്ല, കുറച്ച് ദിവസത്തേക്ക് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനത്തെ കുറച്ച് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്. അതാണ് ഒന്നാമത്തെ ഒരു പ്രൈമറി ഫംഗ്ഷനിൽ ഫസ്റ്റ് വൺ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആണ്. സെക്കൻഡ് വൺ എന്താണ്, പ്രൊവൈഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. അപ്പം ഈ ചില ബാങ്കല്ല, എല്ലാ ബാങ്ക്സും എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ ലോൺ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പേഴ്സണൽ, ബിസിനസ്, ഹൗസിംഗ് ലോൺ, എഡ്യൂക്കേഷൻ ലോൺ, ഇങ്ങനത്തെ ഒരുപാട് ലോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഓവർ ഡ്രാഫ്റ്റും ക്യാഷ് ക്രെഡിറ്റും കൊടുക്കാറുണ്ട്. എന്താണ് ഓവർ ഡ്രാഫ്റ്റ്? ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ചിലപ്പോൾ ഒരു 2 ലക്ഷം രൂപയുടെ മിനിമം ബാലൻസ് ഉള്ളൊരു അക്കൗണ്ട് ആയിരിക്കും. പക്ഷെ അതിൽ കൂടുതൽ ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പം നമുക്ക് ലോൺ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രാഫ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ക്യാഷ് ക്രെഡിറ്റ്, അപ്പം ഒരു ലോൺ പോലെയാണ്. ലോണ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. രണ്ടാമത് അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് ഒരു പ്രൈമറി ഫംഗ്ഷൻ. നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്താണ്, സെക്കൻഡറി ഫംഗ്ഷൻ ആണ്. അപ്പം നമ്മൾ പ്രൈമറി പഠിച്ചു, അല്ല നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ആദ്യം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, പിന്നെ അത് നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്താണ്, അല്ല ഏജൻസി ഫംഗ്ഷനിൽ കളക്ടിങ് ആൻഡ് ക്ലിയറിങ് ചെക്സ് ആണ്. നമുക്ക് ചെക്ക് എന്ത് ചെയ്യുന്നു, അവർ കളക്ട് ചെയ്യുന്നു. ആ ചെക്സ് നമുക്ക് എന്തെങ്കിലും വിഡ്രോ ചെയ്യാണ്ടെങ്കിൽ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ പേയ്മെന്റ് ഓഫ് ബിൽസ്, റെന്റ്, ഇൻഷുറൻസ് പ്രീമിയം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബാങ്ക് വഴി എന്ത് ചെയ്യാം, ബില്ല് പേയ്മെന്റ് ചെയ്യാം, റെന്റ് കൊടുക്കാം, ഇൻഷുറൻസ് എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ആക്ടിങ് ആസ് ട്രസ്റ്റീസ് ഓർ എക്സിക്യൂട്ടർ, നമുക്കിപ്പോൾ എന്തെങ്കിലും ട്രസ്റ്റി ആയിട്ട് വയ്ക്കാം. നമുക്ക് ബാങ്ക് ലീഡ് വേണമെങ്കിൽ, ബാങ്കിൽ ഇപ്പോൾ ഒരു ഡെപ്പോസിറ്റ് നമ്മൾ FD ചെയ്തിട്ടുണ്ട് 10 ലക്ഷം രൂപ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതൊരു ട്രസ്റ്റി ആയിട്ട്, മീൻസ് നമുക്ക് ഒരു വസ്തു വാങ്ങുമ്പോൾ നമ്മുടെ ആ ഒരു അക്കൗണ്ട് നമുക്ക് ചെക്കായിട്ടൊക്കെ കൊടുക്കാം. അങ്ങനെ ഒരു ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം എക്സിക്യൂട്ടർ അല്ലെങ്കിൽ നമുക്കത് ഒരു എക്സിക്യൂട്ടർ ആയിട്ടോ ഒരു ട്രസ്റ്റി ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യാം, ഒരു കാവൽക്കാരന് പോലും നമുക്ക് അതായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും, ബാങ്ക് അക്കൗണ്ട് എല്ലാം. നെക്സ്റ്റ് ഈ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ്. എന്താണ്, നമുക്ക് ലോക്കറൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. സേഫ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ലോക്കർ എന്ത് ചെയ്യുന്നു, ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നു. ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ LC എന്ന് ഷോർട്ട് ഫോമിൽ പറയും. ഇപ്പം ഈ ഒരു ഗ്യാരണ്ടി മീൻസ് ഒരു ഗ്യാരണ്ടി, ഒരു പേപ്പർ ഡോക്യുമെന്റ് എന്ത് ചെയ്യുന്നു, ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഡോക്യുമെന്റ്സിൽ കുറച്ച് സർട്ടൻ തിങ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോൺസ് പോലെ നമുക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അതിലൊരു തേർഡ് പാർട്ടി, ഒരു ഗ്യാരണ്ടറും കാണും. അപ്പം ഈ ഒരാൾ അടച്ചില്ലെങ്കിൽ ഗ്യാരണ്ടർ അടയ്ക്കുന്ന ഒരു സ്കീമാണ്. പക്ഷേ ഇത് എപ്പോൾ മാത്രമേ മീൻസ് ഇങ്ങനൊരു ലോൺ കൊടുക്കത്തുള്ളൂ, ആ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം അതുപോലെ എല്ലാം ഫോളോ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു ലോൺ പോലെ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു സർട്ടൻ പീരീഡ് എപ്പോഴാണോ അടയ്ക്കാൻ പറയുന്നത്, ആ ഒരു ടൈം പീരീഡിനകത്ത് എന്ത് ചെയ്യുക, അത് അടച്ച് ക്ലോസ് ചെയ്യാൻ വേണം. അപ്പോൾ ആ ഒരു എടുത്ത ആൾ അടച്ചില്ലെങ്കിൽ അടുത്ത ഗ്യാരണ്ടർ ആയിട്ട് നിൽക്കുന്ന ആൾ എന്ത് ചെയ്യണം, തിരിച്ചത് ഫുൾ എമൗണ്ട് പേ ചെയ്യണം. പിന്നെ ട്രാവലേഴ്സ് ചെക്ക്. ഈ ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പം പല പല രാജ്യത്ത് നമ്മളിപ്പോൾ യാത്ര പോവുകയാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ക്യാഷ് കയ്യിൽ വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറയുമ്പോൾ, നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ പുറത്തൊരു ഫോറിൻ കൺട്രി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രാവലേഴ്സ് ചെക്ക് നമുക്ക് അവിടെ കൊടുക്കുമ്പോൾ അവിടുത്തെ ലോക്കൽ മണി ഏതാണോ ആ മണി നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടുത്തെ ബാങ്ക്സിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പം എനിക്ക് SBIയിലാണ് ബാങ്ക് അക്കൗണ്ട്. അപ്പം അങ്ങനെയല്ല. ഈ ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറയുമ്പോൾ ഏത് ബാങ്കിലും ഏത് കൺട്രിയിൽ വേണമെങ്കിൽ നമുക്ക് മാറിയിട്ട് അവിടുത്തെ മണി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ക്യാഷ് കയറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓഫറിങ് മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിങ് സർവീസ്, നമ്മളിപ്പോൾ തന്നെ ഒരുപാട് ചെയ്യുന്നുണ്ട്. മൊബൈൽ ബാങ്കിങ് അല്ല ഇന്റർനെറ്റ് ബാങ്കിങ് സർവീസ് എല്ലാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് സെക്കൻഡറിയിൽ വരുന്നത്. എന്തൊക്കെയാണ്, ചെക്കിന്റെ കാര്യം, പിന്നെ ബില്ല് പേയ്മെന്റ് ചെയ്യുന്ന കാര്യം, ഒരു ട്രസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യുന്ന കാര്യം,
അത് ഇത്രയും ഏജൻസി പരമായിട്ടും. യൂട്ടിലിറ്റിയിൽ വരുമ്പോൾ എന്താണ്, നമുക്ക് ലോക്കറിന്റെ ഫെസിലിറ്റി വരുന്നു, പിന്നെ ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്നു, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ട്രാവലേഴ്സ് ചെക്ക് പോലെയുള്ളത്, മൊബൈൽ, ഇന്റർനെറ്റ്, അതേപോലത്തെ ബാങ്ക് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ബാങ്ക്സ് എന്ത് ചെയ്യുന്നു, ഓരോ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടും ഓരോ ലോൺസ് ആയിട്ടും ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. എസ്പെഷ്യലി ആപ്ലിക്കബിൾ ടു ഡെവലപ്മെന്റ് ആൻഡ് റൂറൽ ബാങ്ക്. അപ്പോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? നമ്മൾ ഫിനാൻസിങ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനും അഗ്രികൾച്ചർ ഗ്രോത്തിനും വേണ്ടി അവരെന്ത് ചെയ്യുന്നു, ഫിനാൻസിങ് മീൻസ് ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ പ്രൊമോട്ടിങ് സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഫിനാൻസിങ് ലിറ്ററസി. സെൽഫ് എംപ്ലോയ്മെന്റ്, ഈ നമ്മൾ ഇപ്പം സ്വയം തൊഴിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു ബിസിനസ്. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ പ്രൊമോട്ട് ചെയ്യുക, എല്ലാം ലോൺ കൊടുത്ത് എന്ത് ചെയ്യുന്നു, അവർ പ്രൊമോട്ട് ചെയ്യുന്നു ബാങ്ക്സ്. എൻകറേജിങ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എമംഗ് ദ ലോവർ ഇൻകം ഗ്രൂപ്പ്. ഈ ചെറിയ ചെറിയ എന്ന് വെച്ചാൽ വലിയ പണക്കാരല്ല ഇത് ഉദ്ദേശിക്കുന്നത്, ഒരു മിഡിൽ ക്ലാസ് അതുപോലെ ഒരു പുവർ ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്ന എൻകറേജ് ചെയ്യുകയാണ്. അതിലൂടെ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റ് എൻകറേജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് നമ്മുടെ എക്കണോമിക് സിസ്റ്റം തന്നെ ഡെവലപ്പ് ആവുന്നു. അപ്പോൾ പ്രൈമറി, സെക്കൻഡറി, അടുത്ത പാർട്ട് സി എന്താണ്, ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ആ 3 പോയിന്റ് സിമ്പിൾ പോയിന്റ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന്റെ ഫിനാൻസിങ്, അതുപോലെ സെൽഫ് എംപ്ലോയ്മെന്റ്, ഫിനാൻഷ്യൽ ലിറ്ററസി പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ എൻകറേജ് ചെയ്യുക സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും. അത് എമംഗ് ദ ലോവർ ഇൻകം ഗ്രൂപ്പ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, റെഗുലേറ്ററി ഫങ്ഷൻസ് ഓഫ് RBI ആണ്. അപ്പോൾ നമ്മൾ ടൈപ്സ് പഠിച്ചത് പോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഈ ഫംഗ്ഷനിലും പറയുന്നത്. അപ്പോൾ നമുക്കറിയാം RBI ആണ് എന്താണ്, നമ്മുടെ അപ്പെക്സ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന ബാങ്ക് RBI ആണ്. RBI ആണ് ഒരുപാട് എന്ത് ചെയ്യുന്നു, ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താണ്, ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് മോണിറ്ററി പോളിസി. അപ്പോൾ പണം ഇടപാടിന്റെ കുറെ പോളിസി എല്ലാം ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, RBI ആണ്. പിന്നെ സൂപ്പർവൈസിങ് ആൻഡ് ഇൻസ്പെക്ടിങ് ബാങ്ക്. എല്ലാ ബാങ്കും ആരുടെ കൺട്രോളിലാണ് നമ്മൾ പഠിച്ചു, RBIയുടെ കൺട്രോളിലാണ്. പിന്നെ കൺട്രോളിങ് ക്രെഡിറ്റ് ഫ്ലോ ഇൻ ദ എക്കോണമി. നമ്മുടെ ഈ എക്കണോമിക് സിസ്റ്റത്തിൽ ഈ ക്യാഷ് ഫ്ലോ ചെയ്യുന്ന എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്, RBI ആണ്. ഇൻഫ്ലേഷൻ ടൈമിലും ഡിഫ്ലേഷൻ ടൈമിലും കറക്റ്റ് ആയിട്ട് ഇടപെട്ട് അതിനെ സ്റ്റേബിൾ ആക്കുന്ന ആരാണ്, RBI ആണ്. മാനേജിങ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് ഇഷ്യൂയിങ് കറൻസി. അപ്പം നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ ആരാണ് മാനേജ് ചെയ്യുന്നത്, കറൻസി ഇഷ്യൂ ചെയ്യുന്നതൊക്കെ ആരാണ്, RBI ആണ്. പിന്നെ എൻഷുറിങ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നത് ആരാണ്, RBI ആണ്. ഇതൊക്കെ നമുക്ക് പൊതുവേ നമുക്കൊരു ജനറൽ നോളജ് അറിയാന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ ടൈപ്സ്, RBIയുടെ ടൈപ്സ് പഠിച്ചപ്പോഴും അതിലും പഠിച്ച കാര്യങ്ങളാണ്, വലിയ പാടുള്ള കാര്യങ്ങളല്ല. ഓക്കെ, അപ്പം ഒരു മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു, ക്രെഡിറ്റ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ് ചെയ്യുന്നു, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ്. കൺക്ലൂഷൻ ആണ്. അപ്പം നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 പഠിച്ച കാര്യങ്ങളെല്ലാം കമ്പൈൻ ചെയ്ത് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, എഴുതാൻ. ഇതൊരു ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ക്രൂഷ്യൽ റോളാണ് വഹിക്കുന്നത്. നമ്മൾ ആ ഒരു റിസോഴ്സസ് ഓർഗനൈസ് ചെയ്യാനും എക്കണോമിക് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യാനും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താനെല്ലാം ഇതെന്ത് ചെയ്യുന്നു, ബാങ്ക്സ് ഒരു ക്രൂഷ്യൽ റോൾ തന്നെ വഹിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേരിയസ് ടൈപ്പ് ഓഫ് ബാങ്ക്സ് പഠിച്ചു, അതിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു. പിന്നെന്താണ്, ഇതെല്ലാം നമ്മൾ നാഷണൽ ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുമുണ്ട്. പിന്നെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഇന്നോവേഷനും അതുപോലെ തന്നെ റെഗുലേഷനും എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ RBI ആണ് നമ്മുടെ അപ്പെക്സ് ബാങ്ക് നമ്മൾ പഠിച്ചു. പിന്നെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചു ഓരോ കാലഘട്ടം മാറുമ്പോഴും ബാങ്കിങ് സിസ്റ്റത്തിന്റെ എന്ത് ചെയ്യുന്നു, ആ ഒരു സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എല്ലാം കൂടെ ചേർത്ത് ഒരു കൺക്ലൂഷൻ ആയിട്ട് നിങ്ങളുടെ ഓൺ ഇതായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ.